എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു പോസ്റ്റുറൽ പ്രോബ്ലംസ് വരുന്നത്, അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന കുറച്ച് ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് സൊല്യൂഷൻസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എസ്പെഷ്യലി കോർപ്പറേറ്റ് വേൾഡ്, അതായത് നിങ്ങളുടെ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്ന ടെക്നെക് എന്ന് പറയും. അതായത് നമ്മൾ കൂടുതലും കഴുത്ത് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതുകൂടാതെ ബാക്കിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഈ മസിൽസ് ഭയങ്കര വീക്കം വരുന്ന ഒരിത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഒരു ഇതനുസരിച്ച്, ഒരു സർവേ അനുസരിച്ച് നമ്മൾ 120 മണിക്കൂറാണ് ഒരാഴ്ചയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട സമയം. അപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു സ്പൈൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സെർവൈക്കൽ തൊട്ട് നമ്മുടെ സാക്രം വരെ ഉള്ള ഒരു, അതായത് സി തൊട്ട് എസ് വരെയുള്ള എല്ലാ കശേരുക്കളും നമ്മൾക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾക്ക് 2-3 കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു 1 അവർ, നിങ്ങൾ ഒരു 8 തൊട്ട് 9 മണിക്കൂർ വരെ ഇരിക്കുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ എല്ലാ 1 അവറിലും ചെയ്യേണ്ട കുറച്ച് സ്ട്രെച്ചസ് ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അതായത് ഇവിടെ എന്ന് പറയുന്ന നമുക്കൊരു കർവേച്ചറാണ്, നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്ന, ഇവിടെ നമ്മളുടെ ഒരു ഡിപ്രഷനും ഇവിടെ നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കർവേച്ചർ ഉണ്ട്, അവിടെ നല്ലൊരു ഹമ്പാണ്. വീണ്ടും നമുക്കിവിടെ ഒരു ഡിപ്രഷനുണ്ട്, വീണ്ടും നമുക്കിവിടെ ഒരു ഹമ്പാണ്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേവ് പോലെയാണ് നമ്മുടെ സ്പൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അതായത് നമ്മുടെ ഈ സർവൈക്കൽ എന്ന് പറയുന്ന ഈ ഒരു കർവേച്ചറിൽ, അതായത് ഈ ഒരു സി ഷേപ്പിൽ നിന്ന് നമ്മളുടെ കഴുത്ത് മുമ്പോട്ട് ഇങ്ങനെ ആഞ്ഞ് നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പൊസിഷനിൽ നിന്ന് അത് മുമ്പോട്ട് പോവുകയാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാക്കും. രണ്ടാമത്തെ ഒരു പ്രശ്നം, നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കുനിഞ്ഞ് കുറേ നേരം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ തലയുടെ മുഴുവൻ വെയിറ്റും, അതായത് നമുക്കൊരു നോർമൽ വെയിറ്റിൽ നിന്നും അത് ഒരു 70% മുമ്പോട്ട്, 80%, 90% നമ്മുടെ ഈ ഹെഡിൻ്റെ വെയിറ്റ് ഇങ്ങനെ വന്ന് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കഴുത്തിന് സാരമായിട്ടുള്ള പ്രശ്നങ്ങളും, അതുകൂടാതെ ഈ ഷോൾഡറിനെ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഷോൾഡറിനും സ്ട്രെയിൻ വരും. അപ്പോൾ നമ്മളുടെ തല നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം, നമ്മുടെ മൊബൈൽ പൊക്കിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മൾ ചാരി ഇരുന്നിട്ട് മൊബൈൽ നോക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. അതേപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ചുകൂടി ചാരി ഇരുന്ന് കുറച്ചും കൂടെ അതിൻ്റെ പൊസിഷൻസ് എല്ലാം നിങ്ങൾ മാറ്റി ഈ മുമ്പിലേക്ക് ആഞ്ഞു പോകുന്ന ആ ഒരു പ്രവണത മാറ്റിയെടുക്കുക. ഇതാണ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാവുന്ന ഒരു ഇത്. രണ്ടാമത് ഈ ഒരു പോർഷൻ എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ഒന്നിനെ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു പൊസിഷനും ഈ ഒരു സർവൈക്കൽ ഏരിയയും തൊറാസിക് ഏരിയയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സർവൈക്കൽ ഏരിയയും ലംബാർ ഏരിയയാണ്. എന്തുകൊണ്ടായിരിക്കും? കാരണം ഇതിന് വേറെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സ് ഇതിൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് കഴുത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതും അതുപോലെ നടുവിന് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സപ്പോർട്ടില്ല. അതേസമയം നമ്മുടെ ഹിപ്പ് വച്ചിട്ട് നമ്മുടെ സാക്രം സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തൊറാസിക് ആയിട്ടെന്ന് പറയുന്നത്, നിങ്ങളുടെ എക്സ്റേയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും T1 T2 എന്ന് പറയും. ആ ഒരു വെർട്ടിബ്ര എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് റിബ്സ് ആയിട്ട് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രോബ്ലം കുറവ്, അതായത് ഒരു മൊത്തം നമ്മൾ ഒരു സ്പൈൻ്റെ പ്രശ്നം നമ്മൾ ഇൻ്റർനാഷണലി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നം സർവൈക്കലും ലംബാറുമാണ്. കാരണം അതിന് സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പം നമ്മളുടെ പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ, ഈ കഴുത്ത് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ ഷോൾഡറും ഈ അപ്പർ ബാക്ക് ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെയും ഒക്കെ നമ്മളൊരു ഹഞ്ചിങ് രീതിയാണ്. അപ്പം നമ്മളിതിനെ ഇങ്ങനെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഏതൊക്കെ പൊസിഷനാണ് എന്നുള്ളത് ഞാൻ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കാം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ലംബാർ ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
മിക്ക ആൾക്കാരും നമ്മളുടെ യോഗാശ്രമിൽ വരുന്ന മിക്കവരും ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ് അവർ സ്പൈനെയാണ് അവർ പേടിച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ പ്രശ്നം കിടക്കുന്നത് ഈ സ്പൈൻ മസിൽസിലാണ്. ഈ സ്പൈൻ മസിൽസ് വീക്കാവുകയും അത് സ്ട്രെങ്തൻ ചെയ്യാതിരിക്കുമ്പോൾ ഒത്തിരി നീർക്കെട്ടുകൾ വരുന്നു. അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പോസ്ചേഴ്സ് ഏതൊക്കെയാണെന്നും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് അധികം സമയം വൈകിക്കാതെ നമുക്ക് ഈ ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസ്ചർ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പൂറ്റി, അതുപോലെ തന്നെ നമ്മളുടെ ബട്ടക്സ്, നമ്മുടെ ഷോൾഡർ ബ്ലേഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ കൈ രണ്ടും നമ്മളുടെ ഈ ഒരു സൈഡ് ഓഫ് ദ തൈസിലേക്ക് നമ്മളിങ്ങനെ വച്ചതിന് ശേഷം നമ്മളുടെ ഇപ്പോൾ ലേഡീസിനാവുമ്പോൾ നമ്മളുടെ ഈ ഹെയർ ചുമരായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ നേരെ നിൽക്കുക. നേരെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇത് നേരെ വയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഷോൾഡർ ബ്ലേഡിൻ്റെ ഈ ഒരു ഭാഗം ടച്ച് ചെയ്യുന്നുണ്ട്, ഈ ഭാഗം ടച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉപ്പൂറ്റി നിങ്ങളുടെ ഈ ഒരു ഹീൽസ് ഒരു ചുമരിൽ നന്നായിട്ട് മുട്ടുന്നുണ്ട്, മറ്റൊരു ചുമരിൽ മുട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റും ബാലൻസ്ഡ് അല്ല എന്നുള്ളൊരു ഇത് നിങ്ങൾക്കൊരു ബോധം നിങ്ങൾക്ക് സ്വയം ഉണ്ടാവും. അതുകൂടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് നിങ്ങളുടെ ഷോൾഡർ രണ്ട് സൈഡിലേക്കും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇനി നിങ്ങൾ നേരെ ഒരടി മുമ്പോട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള പോസ്ചർ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതേസമയം നിങ്ങൾക്ക് ഇവിടെ ഇപ്പം നിങ്ങളിങ്ങനെ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരു ഹഞ്ചിങ് ഉള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് നിങ്ങളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വളരെ നന്നായിട്ട് വൈഡായാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര സെൻറ്റിമീറ്റർ ഞാൻ എൻ്റെ ഷോൾഡർ ബാക്കിലേക്ക് വച്ചാൽ മാത്രമേ എൻ്റെ പോസ്ചർ കറക്റ്റ് ആവുള്ളൂ എന്നുള്ളൊരു അവെയർനെസ് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് വഴി തന്നെ കിട്ടും. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും വീട്ടിൽ ചെന്ന് ഇതുപോലെ ചുമരിൽ നിങ്ങളുടെ ഫുൾ ഫാമിലിയെ നിങ്ങൾക്ക് നിർത്താം. എന്നിട്ട് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള പോസ്ചർ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് വിലയിരുത്താം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാ 1 അവറും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഞാൻ അവിടെ ഓൾറെഡി കാണിച്ചു എന്തൊക്കെ കറക്ഷനാണ് വരുത്തേണ്ടതെന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു സ്ട്രെച്ച്, അതായത് 1 ആം ഡിസ്റ്റൻസ് നിങ്ങളുടെ ചുമരിൽ നിന്ന് 1 ആം ഡിസ്റ്റൻസ് ഇങ്ങനെ ഈ എൽബോ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യാതെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ നമ്മുടെ നടു നന്നായിട്ട് ഇത് ചെയ്യുക. അന്നേരം ചിലവർക്ക് നിങ്ങളുടെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പറയുക. അന്നേരം നിങ്ങളുടെ ബാക്ക് ഇതുപോലെ ഒരു ഹമ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽസ് ഭയങ്കര ടൈറ്റാണ്. അതേസമയം നിങ്ങൾക്ക് ആ ഒരു സ്ട്രെച്ച് നന്നായിട്ട് ഇതുപോലെ താഴ്ത്തി ഇതുപോലെ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 മസിൽസും നല്ല രീതിയിലുള്ള ഒരു നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ അത് അൺഹെൽത്തി ആണെങ്കിൽ കൂടി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നിങ്ങൾ ആ 7 അതായത് നിങ്ങളുടെ ഓഫീസിൽ എന്തായാലും ഒരു ചുമരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാ 1 അവറിലും നിങ്ങൾ പോയിട്ട് ഇതുപോലെ 7 പോസ് എന്നുള്ള ആ ഒരു സ്ട്രെച്ച് ചെയ്യുക. രണ്ടാമത് ഉള്ളൊരു സ്ട്രെച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ അപ്പർ ബാക്ക്, അതായത് നിങ്ങളിങ്ങനെ കുറേ നേരം മുമ്പോട്ട് ഇങ്ങനെ ഊന്നിയിരുന്ന് നിങ്ങളുടെ അപ്പർ ബാക്കിന് ടെൻഷൻസ് ഉണ്ടാവും. ഈ അപ്പർ ബാക്കിൻ്റെ ടെൻഷൻ മാറാനായിട്ട് നിങ്ങളുടെ കൈ രണ്ടും ഇതുപോലെ ഇൻ്റർലേസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ചുമരിൽ വയ്ക്കുക. അതിന് ശേഷം നിങ്ങളുടെ ഈ അപ്പർ ബാക്ക് ഇതുപോലെ ഒന്ന് ഒടിച്ചിടുക. ഇതുപോലെ നിങ്ങളൊരു കുറച്ച് നേരം പോയിട്ട് നിങ്ങൾ ചുമരിൽ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്പർ ബാക്കിൻ്റെ ആ ഒരു ടെൻഷൻ ഒന്ന് റിലാക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ചുമരിൽ തന്നെ നിന്നിട്ട് ഇങ്ങനെ ഒരു 1 ഫീറ്റ് അല്ലെങ്കിൽ 1.5 ഫീറ്റ് നമ്മൾ ചുമരിൽ നിന്ന് അകന്ന് ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ 1 അവറിലും നിങ്ങൾ വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും ഇല്ല. ഈ 3 പോസ്ചർ ഞാൻ കാണിച്ച ഈ 3 സ്ട്രെച്ചസ് നിങ്ങളൊരു 10 റിപ്പീറ്റേഷനായിട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുകയോ ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ 1 അവറിലും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുക.
ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോസ്ചറും കറക്റ്റ് ആവും. അതുകൂടാതെ നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിലേക്ക് റിലാക്സ് ആയിട്ട് ചെല്ലാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഇനി തൊട്ട് ലോങ് സിറ്റിംഗ് ജോബായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും കാണാം.